ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രൂപ ഒന്നറിയാത്ത പോലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ രാഹുലിനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ രാഹുലാണെന്നുണ്ടെങ്കിൽ രൂപയെടുത്ത് പറയുന്നുണ്ട്, രൂപേ നീ വന്നോ സമാധാനം എന്ന് പറയുമ്പോൾ ഇത് എന്തൊക്കെയാണ് ചേട്ടൻ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിക്കുവാണ്. എന്തു പറയുന്ന രൂപേ, എല്ലാത്തിനും കാരണം അവന് ആ മനോഹർ, അവൻ പറയുന്ന പോലെയാണല്ലോ ഇപ്പം എൻ്റെ ഭാര്യയും മകളൊക്കെ കേൾക്കണതെന്ന് പറയാണ്. ആ സമയത്ത് രാഹുൽ പറഞ്ഞ രൂപേ, നിനക്ക് സത്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഡോക്ടറോട് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും രൂപേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നീ ഡോക്ടറെ അടുത്ത് പറയണം എന്ന് പറയാണ്. അപ്പം തന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, ചേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ ഡോക്ടറോട് സംസാരിച്ചോളാം എന്ന് പറയുവാണ്. അങ്ങനെ ഡോക്ടർ വരുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, ഡോക്ടർ ഇതെൻ്റെ ചേട്ടനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ്, എൻ്റെ പേര് രൂപ എന്നാണ്, എൻ്റെ ചേട്ടന് ഒരു കുഴപ്പമില്ല ഡോക്ടർ, ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം. ഡോക്ടറിന് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് എൻ്റെ ചേട്ടനെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടർ രാഹുലിനെ രൂപേനും പരസ്പരം മുഖത്ത് നോക്കുവാണ്. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഞാനത് ശ്രമിക്കാം, ഇദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കും തോന്നിയായിരുന്നു, ഞാൻ നോക്കട്ടെ എന്തായാലും എന്ന് പറയാണ്. നോക്കിയാൽ പോരാ ഡോക്ടർ, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്ന് പറയുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രൂപ രാഹുലിത് പറഞ്ഞു, ചേട്ടാ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പുറകെ രൂപ ഓടി പോകുവാണ്. അതിനുശേഷം ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടർ ഒന്ന് നിൽക്കാവോ, എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചേട്ടനെ മുമ്പ് വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ ചേട്ടന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ എന്നെയാണ്, അതുകൊണ്ട് ചേട്ടനെ മുമ്പ് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചേട്ടന് സാരമായ നല്ല കുഴപ്പമുണ്ട് തലക്കെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ അയാൾക്ക് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞാനൊരു ഡോക്ടറാണല്ലോ, എനിക്കറിയാലോ മാനസികതയിൽ തെറ്റിയവരാരാണ് തെറ്റാത്തവരാരാണെന്ന്, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്, പക്ഷെ ആരുടത്തേക്കോ തീർത്താ തീരാത്ത വാശിയും പകയൊക്കെ നന്നായിട്ട് മനസ്സിലുണ്ട്, അല്ലാതെ ഒരു മാനസിക രോഗിയുടെ ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല എന്ന് പറയുമ്പോൾ രൂപ പറയണ്ട, അല്ല ഡോക്ടർക്ക് തെറ്റിയതാ, അദ്ദേഹത്തിന് നല്ല കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം തന്നെ, എൻ്റെ നേർക്ക് തന്നെ ഒരു ദിവസം ആയുധങ്ങളും കത്തിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, പിന്നെ അല്ലാതെ ഈ പെങ്ങളായ എൻ്റെ നേരിൽ തന്നെ അദ്ദേഹം കത്തിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഡോക്ടർ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് സാരമായ വലിയെന്തോ കുഴപ്പമുണ്ടെന്ന്. അതൊന്ന് ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അതെന്തോ വലിയൊരു വേറൊരു പ്രശ്നമാണല്ലോ, ഞാൻ ശരിക്കും നോക്കാം. ഡോക്ടർ ശരിക്കും നോക്കണം, എന്നാലും ഇപ്പം തന്നെ അയാൾ ഡിസ്ചാർജ് ചെയ്യേണ്ട, നന്നായിട്ട് നിരീക്ഷിച്ചിട്ട് രോഗമൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. ശരി അങ്ങനെ ആവട്ടെ ഡോക്ടർ അന്ന് പോവുകയാണ്. ശേഷം രാഹുലിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞ ഡോക്ടറെ അടുത്ത്, ഞാൻ എത്രയും പെട്ടെന്ന് ചേട്ടൻ ഡിസ്ചാർജ് ചെയ്യണ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു, എൻ്റെ രൂപയെ നീ വന്ന എനിക്ക് ഏറ്റവും വലിയ സമാധാനമായത്, സമാധാനം, ഇനി എങ്ങനെയെങ്കിലൊക്കെ സരയുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ മനോഹറിനെ എടുത്ത് കളയണം, എന്നിട്ട് കിരണിനെ കൊണ്ട് സരയുവിനെ കല്യാണം കഴിപ്പിക്കണം, അപ്പോൾ സരയുവിൻ്റെ കുഞ്ഞും എന്ന രൂപ ചോദിക്കുമ്പോൾ അതിനെവിടെയെങ്കിലും അനാഥാലയത്തിൽ നമുക്ക് ആക്കാം, എന്തായാലും കിരണും അതുപോലെ തന്നെ സരയും തന്നെ തമ്മിൽ ഒന്നിക്കണം എന്ന് പറയുവാണ്. ആ സമയത്ത് രൂപ മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ ഈ ലോകത്തെ ആണുങ്ങളെല്ലാവരും നിന്നെപ്പോലെയാണെന്ന് നീ വിചാരിക്കണേടാ, എൻ്റെ കിരൺ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ രൂപ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. ആ സമയത്ത് രാഹുൽ ചോദിക്കേണ്ട, രൂപേ ഞാൻ നിൻ്റെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞു, നിൻ്റെ മക്കളെയും ഭർത്താവിനെ സ്നേഹിക്കുന്നതായിട്ട്, ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ച് നിനക്ക് അവർക്ക് സ്നേഹമൊന്നും വരില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ എന്തൊക്കെയാണ് പറയണത്, ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും ആവില്ല ചേട്ടാ, ഞാൻ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുക, ചേട്ടൻ പറഞ്ഞ പോലെ സമാധാനം രൂപേ, നീ വന്നപ്പോൾ എന്തോ മനസ്സിന് വലിയൊരു ആശ്വാസം, ശരി ചേട്ടാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രൂപ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അതിനുശേഷം കാണിക്കുന്ന വിക്രത്തെയാണ്. വിക്രമിൻ്റെ ആ മോഷ്ടിക്കുന്ന 2 കൂട്ടുകാരുണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. അവരോട് പറയണ്ടു, ഒന്നിനും വയ്യട, ആകെ മടുത്തു, പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ, എന്നിട്ട് ആ ശരണ്യയുടെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും, നീ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ വേറെ 2 വീട്ടിലൊക്കെ കയറിയായിരുന്നു, നിനക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യമില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു, അങ്ങനെയൊന്നും അല്ലടാ, ഇപ്പോൾ പണം വളരെ അത്യാവശ്യമാണ്, എടാ നിൻ്റെ ഭാര്യ എന്തിനാണ് നിന്നെ ഇത്ര ശത്രുവിനെ പോലെ കാണുന്നത് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ലടാ, ആ ശരണ്യ എന്ന് പറഞ്ഞവള് എന്നെ കല്യാണം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് എന്ന് വിക്രം പറയാണ്. ആ സമയത്ത് കൂട്ടുകാർ പറയുന്നുണ്ട്, അതെ അതിൽ ഞങ്ങൾക്കും ഇപ്പോൾ സംശയമുണ്ടാ എന്നിങ്ങനെ പറയുവാണ്. വിക്രം പറയുന്നുണ്ട്, എന്തായാലും പണം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയേ പറ്റൂടാ, നിനക്ക് കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും പരിചയമുണ്ടോ നമുക്കൊന്ന് മോഷ്ടിക്കാനായിട്ട്, പിന്നെ എൻ്റെ ആദ്യ ഭാര്യ തന്നെ, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അവളുടെ വീട്ടിൽ നല്ല സ്വർണം കാണും, നമുക്ക് അവളുടെ വീട്ടിൽ തന്നെ മോഷ്ടിക്കാൻ കയറാം, വീടൊക്കെ നിനക്കറിയാവടെ വിക്രമേ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ പിന്നെ അതൊക്കെ എനിക്ക് അറിയാടാ, നമുക്ക് ധൈര്യമായിട്ട് ഇന്ന് കയറാം എന്ന് വിക്രം കൂട്ടുകാരോട് പറയുവാട്ടോ. അങ്ങനെ രാത്രി തന്നെ വിക്രവും കൂട്ടുകാരും ആൽബിയുടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുവാണ്. ശേഷം ഗേറ്റ് തുറന്ന്
തുറന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് കൂട്ടുകാരോട്, അവൻ്റെ അമ്മയും അച്ഛനും ഇവിടെ ഇല്ല, രണ്ടുപേരും പുതുമോടി ആയതുകൊണ്ട് അമ്മയും അച്ഛനും കൂടി ഏതോ ബന്ധുവീട്ടിൽ പോയിരിക്കുക, കൂടെ എൻ്റെ മോളെയും കൊണ്ടുപോയിട്ടുണ്ട് പുതുമോടികൾ അടിച്ചു പൊളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വേറെ ശത്രുക്കളൊന്നും വേറെ പിടിച്ചു മാറ്റാനൊന്നും ആരും ഇവിടെ ഉണ്ടാവില്ല. എടാ നീ പോയി പിന്നാമ്പുറത്തെ വാതിൽ തുറക്കുന്ന കൂട്ടുകാരനോട് പറയുവാണ്. അങ്ങനെയുള്ള പിന്നാമ്പുറത്തെ വാതിൽ തുറക്കണ്ട്. ഓ നിന്നെ സമ്മതിച്ചൂടാ, നിനക്ക് വാതിൽ തുറക്കാനുള്ള നിന്നെക്കാളും കഴിവ് വേറെ ആർക്കും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറുവാണ്. അതിനുശേഷം മുകളിലായിരിക്കും അവളുടെ റൂം എന്ന് വിക്രം പറയാണ്. അങ്ങനെ അവർ മുകളിലേക്ക് പോകുമ്പോൾ ആൽബിയും സോണി അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ. അത് കാണുന്ന വിക്രമിന് ആകെ ദേഷ്യം വരുവാണ്. അങ്ങനെ വിക്രവും അതുപോലെ തന്നെ 2 കൂട്ടുകാരന്മാരും കൂടി പതുക്കെ അലമാര തുറക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഫ്ലവേഴ്സ് താഴെ വീണ് പെട്ടെന്ന് ഒച്ച വരുക കേട്ടോ. പെട്ടെന്ന് സോണി എഴുന്നേൽക്കുമ്പോൾ അയ്യോ ആരാ ഇത്, ആൽബിയേട്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അപ്പോൾ ആൽബി എഴുന്നേൽക്കുമ്പോഴേക്കും ആരാ ഇത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് 2 പേരും കൂടി ചാടി എഴുന്നേറ്റ് അവരുടെ നേരെ പോകുമ്പോഴേക്കും ആ 2 കൂട്ടുകാരന്മാരും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ. അതിനുശേഷം വിക്രത്തിൻ്റെ കയ്യിൽ വലിയൊരു കമ്പിപ്പാര ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മുടെ ആൽബിന് ഒരൊറ്റ ഉന്തുവാണ്. അതുപോലെ തന്നെ സോണിനെ കട്ടിലേക്ക് ഉന്തിയിടുന്നുണ്ട്. അതിനുശേഷം ആ കമ്പിപ്പാര എടുത്തിട്ട് നമ്മുടെ ആൽബിയുടെ തലയിൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. ആൽബി അപ്പം തന്നെ ചോര ഒരുപാട് വാർന്നൊലിച്ച് നിലത്തേക്ക് മറിഞ്ഞു വീഴുവാണ്. സോണി പിന്നെ വിക്രത്തിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ആൽബിയേട്ട നമ്മൾ പൊട്ടിക്കരയുക കേട്ടോ. അങ്ങനെ ആൽബിനെ ആ സമയത്ത് വിക്രം അവിടെ നിന്ന് താഴത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആൽബിനെയും കൂട്ടിക്കൊണ്ട് സോണി പതുക്കെ സോണിയുടെ ഷോളൊക്കെ വെച്ചിട്ട് ആൽബിയുടെ തലയൊക്കെ നന്നായിട്ട് കെട്ടി മുറുക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് സോണി വീടും കാര്യങ്ങളൊന്നും ലോക്ക് ചെയ്യുന്നില്ല. അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ വിക്രം 2 കൂട്ടുകാരും കൂടി വീണ്ടും അകത്തേക്ക് കയറുവാണ്. സൗകര്യമായി ഇനി മനസ്സമാധാനത്തോടു കൂടി തന്നെ കവർച്ച നടത്താമെന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും കൂടിയിട്ട് അലമാര തുറക്കുവാണ്. അപ്പം നോക്കുമ്പോൾ അതിൽ നിറച്ചും ഗോൾഡാണ് കേട്ടോ. അതെല്ലാം എടുക്കുവാണ്. അതിനുശേഷം അതെല്ലാം എടുത്തതിന് ശേഷം സ്വസ്ഥമായി. അങ്ങനെ എൻ്റെ ആദ്യ ഭാര്യയുടെ സ്വർണം തന്നെ മോഷ്ടിച്ചു, അവൾക്ക് തന്നെ പണി കൊടുക്കാൻ പോകാൻ എന്ന് വിക്രം മനസ്സിൽ വിചാരിച്ച് ആ ഗോൾഡൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അവരവിടെ നിന്ന് മോഷ്ടിക്കുവാണ്. അതിനുശേഷം രാത്രി കല്യാണം ഉറങ്ങുന്ന സമയത്ത് കിരണിൻ്റെ ഫോണിലേക്ക് സോണിയുടെ കോൾ വരുവാണ്. അപ്പോൾ ഇവളെന്താ ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ സോണി എന്ന് പറയുമ്പോൾ കിരൺ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കല്യാണി എന്താ കിരണിട്ടാന്ന് ചോദിക്കുമ്പോൾ സോണിയുടെയും അതുപോലെ തന്നെ ആൽബിയുടെയും വീട്ടിൽ കള്ളന്മാരാരോ കയറിയെന്ന് സ്വർണം കവർച്ച നടക്കുന്ന സമയത്ത് എതിർക്കാൻ വന്ന ആൽബിയുടെ തലയിൽ അവർ കമ്പിപ്പാര കൊണ്ട് അടിച്ചു എന്ന്, നന്നായിട്ട് ചോര വാർന്നിട്ടുണ്ട്, അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഈശ്വര ആൽബിയുടെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല കല്യാണി, ഒരുപാട് ചോര പോയെന്നാണ് പറഞ്ഞത്. ഇതിന് പിന്നിൽ അയാൾ തന്നെയായിരിക്കും ആ ബകാസുരൻ. അയാൾ മെൻ്റൽ ഹോസ്പിറ്റലല്ലേ? അയാൾ മെൻ്റൽ ഹോസ്പിറ്റലാണെങ്കിൽ എന്താ, അയാൾ തന്നെയായിരിക്കും ഇതിനെ പിറകിൽ, അത് ഉറപ്പാണ്. എന്തായാലും നീ ഇപ്പം ഇത് അച്ഛനും അമ്മയൊന്നും അറിയിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. സോണിൻ്റെ അടുത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സമയത്ത് ഉണ്ടാവണം കല്യാണി, നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ വണ്ടി എടുക്കാൻ വേണ്ടി. കല്യാണിക്ക് ആകെ വിഷമമായിട്ട് കല്യാണി കട്ടിലിൽ നിന്ന് ഇങ്ങനെ എഴുന്നേക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.